ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്മീനും അച്ചിങ്ങാപ്പയറും കൂടിയുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. ചോറിന് കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്ക് രുചികരമാണ്. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയെന്ന് കാണാം. നമുക്ക് അച്ചിങ്ങയും ചെമ്മീനും കൂടെ മെഴുക്ക് പുരട്ടി വെക്കുന്നതിന് ഒരു പാനിലേക്ക് 250 ഗ്രാം അച്ചിങ്ങ ഇട്ട് കൊടുക്കാം, ഒരു 125 ഗ്രാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം, ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഉണക്കമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പുമിട്ട് ഇത് വേകാനുള്ള വെള്ളം കുറച്ചൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീനും അച്ചിങ്ങയും കൂടെ വേകുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു കൊണ്ടുവരാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. നമുക്ക് വെള്ളമെല്ലാം വറ്റി നല്ലതായിട്ട് വെന്തു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനിയും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണിത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കുന്നതിന് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു അരമുറി സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റാം. കൂടെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം നല്ലതായിട്ട് വഴറ്റിയെടുക്കണം, എന്നാലേ മെഴുക്ക് പുരട്ടിക്ക് നല്ല രുചി ഉണ്ടാകും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. വെന്ത് വെച്ചിരുന്ന മെഴുക്ക് പുരട്ടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ല വഴറ്റിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ രുചി. നമുക്ക് ചോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട. ഈ അച്ചിങ്ങയും ചെമ്മീനും കൂടെ വെച്ച് മെഴുക്ക് പുരട്ടി നല്ലതായിട്ടത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.